The electric potential at a point is given by V equal to minus h square I minus hz square plus 5 ആണ്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഈസ്, അതാണ് ക്വസ്റ്റ്യൻ. ഇലക്ട്രിക് ഫീൽഡാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല, ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള ഫോർമുലയാണ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എച്ച്. ഓക്കെ, ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എച്ച് ആണ്. സിൻസ് ഇവിടെ എക്സും വൈയും ഇസഡും ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഫോർമുല എഴുതേണ്ടത് മൈനസ് ഡി വി ബൈ ഡി എച്ച് ഇൻറ്റു ഐ ക്യാപ് മൈനസ് ഡി വി ബൈ ഡി ഒ ഇൻറ്റു ജെ ക്യാപ് മൈനസ് ഡി വി ബൈ ഡി ഇസഡ് ഇൻറ്റു കെ ക്യാപ്. മനസ്സിലായി? 3 ഡയറക്ഷൻ എടുക്കണം, കാരണം നമുക്ക് അതിനുള്ള പൊട്ടൻഷ്യലിൽ 3 ഡയറക്ഷനും ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡി വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ എന്തായിട്ട് മാറും? മൈനസ് 2x ആവും അല്ലേ? അപ്പോൾ മൈനസ് 2xy. പിന്നെ എക്സ് എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? ഇവിടെ ആൾറെഡി ഒരു മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് ഇൻറ്റു മൈനസ് ഇതെല്ലാം പ്ലസ് ആയിട്ട് മാറും. ക്ലിയർ ആണോ? ഓക്കെ. അടുത്ത ഡി വി വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യണം. വൈ ചെയ്യുമ്പോൾ വൈ ഒരു ടേമേ ഉള്ളൂ അല്ലേ? അപ്പോൾ വൈ മൈനസ് എച്ച് സ്ക്വയർ വൈയിൽ വൈ 1 ആവും. അപ്പോൾ ആൻസർ മൈനസ് എച്ച് സ്ക്വയർ. ആൾറെഡി ഒരു മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. ക്ലിയർ അല്ലേ? അതേപോലെ ഡി വി ബൈ ഡി ഇസഡ് ചെയ്യുമ്പോൾ ഒരു ടേം മാത്രമേ ഇസഡ് സ്ക്വയറിലുള്ളൂ. അപ്പോൾ ഇസഡ് സ്ക്വയറിൻ്റെ ഡിഫറൻസിയേഷൻ 2z ആണ്. അവിടെ എക്സും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് എക്സ് കൂടെ ഇടാം. ഇവിടെ മൈനസ് ആണ് വരേണ്ടത്, ബട്ട് ആൾറെഡി ഒരു മൈനസ് ഫോർമുല ഉള്ളതുകൊണ്ട് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. ഇത് കപ്പാസിറ്റൻസിൻ്റെ ഫോർമുലയാണ്. അപ്പോൾ വിത്ത് ഡയലക്ട്രിക് ആണെങ്കിൽ ഫോർമുല സി ഈക്വൽ ടു എ എപ്സിലോൺ നോട്ട് കെ ബൈ ഡി ആണ്. അപ്പോൾ ഇത് ആക്ച്വലി പാരലാണ്. പാരലൽ കപ്പാസിറ്റൻസിൻ്റെ ഫോർമുല C1 പ്ലസ് C2 പ്ലസ് C3 ആണ്. അപ്പോൾ ഇവിടെ മൂന്നിനും കോമൺ ആയിട്ടുള്ള ഡിസ്റ്റൻസും കോമൺ ആയിട്ടുള്ള ഏരിയ ആണ്. പക്ഷേ കെ മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ 3K, K1, K2, K3 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ എയിൻ്റെ സ്ഥാനത്ത് A/3 എന്ന് കൊടുക്കും. ഡിൻ്റെ സ്ഥാനത്ത് ഡി തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. ഇനി കെയിൻ്റെ സ്ഥാനത്ത് K1 പ്ലസ് K2 പ്ലസ് K3. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? സീരീസ് ആണെങ്കിൽ നമ്മളെ ഫോർമുല 1/c ഈക്വൽ ടു 1/c1 പ്ലസ് 1/c2 പ്ലസ് 1/c3. ക്ലിയർ? ഇനി ഒരു ചാർജ് നമ്മൾ 2 ഈക്വൽ പീസായിട്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ ഫോഴ്സ് മാക്സിമം ആണെങ്കിൽ അതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ചാർജ് പകുതിയോളം മതി. എങ്ങനെയാണ്? Q/2, Q/2. ഇതാണ് ആൻസർ. ഓക്കെ. ഇനി അടുത്തത് ഫ്ലക്സിൻ്റെ ഫോർമുലയാണ്. ഫ്ലക്സിൻ്റെ ഫോർമുല EA cos θ ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് സർക്കുലർ ഫ്രെയിമിൻ്റെ ഏരിയ പ്ലെയിൻ ഓഫ് ദ ഫ്രെയിമും ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ് 30 ഡിഗ്രി. അപ്പോൾ നമുക്ക് ആക്ച്വലി വേണ്ടത് ഏരിയയുടെ വെക്റ്ററാണ് വേണ്ടത്. അപ്പോൾ ഏരിയയുടെ വെക്റ്റർ എന്ന് പറയുമ്പോൾ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ് വേണ്ടത്. ക്വസ്റ്റ്യനിൽ 30 ഡിഗ്രി എന്ന് പറയുന്നത് ഏതൊക്കെ തമ്മിലുള്ള ആംഗിളാണ്? അത് ഏരിയയുടെ പ്ലെയിനും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ് 30. നമുക്ക് വേണ്ടത് ഏരിയയുടെ വെക്റ്ററും ഇലക്ട്രിക് ഫീൽഡ് തമ്മിലുള്ള ആംഗിൾ. അതാണ് 90 മൈനസ് 30. ഞാൻ 60 എടുത്ത്. അപ്പോൾ കോസ് 60 കൊടുത്താൽ 1/2 ആണ്. ബാക്കിയൊക്കെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ 225 കിട്ടും. ഇനി ഫ്ലക്സിനെ കുറിച്ചായിരുന്നു. ഇവിടെ നോക്കി, എ ചാർജ് ക്യൂ ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് എ ക്യൂബ് എ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് അടുത്ത ക്യൂബിൽ 2Q. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണെങ്കിൽ നമ്മൾ എല്ലാ ചാർജും കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ ഫ്ലക്സിൻ്റെ ഫോർമുല ആക്ച്വലി Q/ε0 ആണ്. ഇവിടെ Q എന്നുള്ളത് നെറ്റ് ചാർജാണ്. ഇവിടെ നെറ്റ് ചാർജ് എന്നുള്ളത് 2Q പ്ലസ് Q. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 3Q. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഇതിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫോർ എ ഇൻഫൈനൈറ്റ് ലോങ് കണ്ടക്ടർ, അത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല അറിയാം. λ/2πε0 ഇൻറ്റു R എന്നറിയാം. അപ്പോൾ ഫോഴ്സ് ആണെങ്കിൽ ഒരു Q കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഡിനോമിനേറ്ററിൽ 4 വരണമെങ്കിൽ ഇവിടെ എങ്ങനെ ചെയ്യാം? ദാറ്റ് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു λ ഇൻറ്റു 2 കൊണ്ട് മേളിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതേപോലെ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇറ്റ് ബിക്കം 4πε0 R എന്ന് വരും. ക്ലിയർ അല്ലേ? നൗ ദിസ് വിൽ ബി ഫോഴ്സ് ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെ ഫോഴ്സ് ആക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിനെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പിന്നെ ഞാൻ 2 കൊണ്ട് എന്തിനാ മൾട്ടിപ്ലൈ ചെയ്യുക? ഡിനോമിനേറ്റർ 4π ആവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. ജസ്റ്റ് ഒന്ന് നോക്കിക്കൊള്ളാം കേട്ടോ. ബാക്കി ഫോർമുല എനിക്ക് അറിയാം. പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല B റെപ്രസെൻറ്റ്സ് 1/4πQ/R ആണ്. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി വന്നിട്ട് S ആണ്, അതായത് 1/4. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടർ എന്താവും? 0 ആയിരിക്കും. ഇതൊക്കെ നമ്മൾ ബേസിക്സ് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്.
പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കറിയാം പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് ഫോർമുല. ക്ലിയർ അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് AH² തന്നിട്ടുണ്ട് ഇൻറ്റു DH. അപ്പോൾ ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ H² എന്തായിട്ട് മാറും? h³ എന്ന് മാറും. ഇവിടെ ലിമിറ്റ് തന്നിട്ടുണ്ട്. സ്റ്റാർട്ടിങ് 3യും ഫൈനൽ 2 ആണ്. അപ്പോൾ സ്റ്റാർട്ടിങ് 3യും ഫൈനൽ 2 ആണെങ്കിൽ നമ്മൾ ലിമിറ്റ് 3 to 2 കൊടുക്കാം. അപ്പോൾ A/3 ഇൻറ്റു h³ എന്നുള്ളത് എന്തായിട്ട് എഴുതാം? 2³ മൈനസ് 3³. അപ്പോൾ 8 മൈനസ് 27. അപ്പോൾ ആൻസർ -19 വരും. ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻ വന്നിട്ട് ഒരു നോർമൽ ഒരു പെൻഡുലത്തിൻ്റെ കേസ് എടുക്കുകയാണ്. 2 പെൻഡുലംസ് ഉണ്ടെന്ന് വയ്ക്കുക. 2 പെൻഡുലത്തിന് മാസും ഉണ്ട് ചാർജും ഉണ്ട്. മാസും ഉണ്ട് ചാർജ് ഉണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റ് താഴോട്ടായിരിക്കും ആക്ട് ചെയ്യുക അല്ലേ? ടെൻഷൻ ആ സ്ട്രിങ്ങിലായിരിക്കും ആക്ട് ചെയ്യണം. ഈ ഫോഴ്സ് വന്നിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് F എന്ന് കൊടുത്തിരിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ ഫോർമുല എന്തായിരിക്കും? 1/4πε0. സിൻസ് 2 മാസിനും ചാർജ് ഉള്ളതുകൊണ്ട് Q1 ഇൻറ്റു Q2 Q² 2 ചാർജും നമ്മുടെ ഡിസ്റ്റൻസ് ആണ് R². ബാക്കി നിങ്ങൾക്ക് ഇത് ഫ്രീ ബോഡി വരച്ച് ചെയ്യാൻ പറ്റും. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഈ ഡയഗ്രാം കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. tan θ = F/mg. sin θ എന്ന് പറയുന്നത് sin θ എന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിളാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇത് R/2ഉം അത് L ആണ്. സോ ഫ്രം ദിസ് യു ക്യാൻ ഹാവ് എ റിലേഷൻ. ക്ലിയർ ആണോ? ഇനി അതേപോലെ തന്നെയാണ് നമ്മളെ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ പ്രോബ്ലം ടെൻഷൻ ഇൻ എ വയർ. അപ്പം ഒരു ടെൻഷൻ ഇൻ എ വയർ എന്ന് പറഞ്ഞാൽ ഒരു പെൻഡിലം ഉണ്ടാവും. അപ്പോൾ പെൻഡിലത്തിൻ്റെ മാസ് നേരെ താഴോട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതിലേക്ക് ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സാണ് QE. ടെൻഷൻ T ആണ്. അപ്പോൾ ഈ റിസൾട്ടൻ്റ് എന്ന് പറയണത് ഇല്ലേ? റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് നമുക്ക് റിസൾട്ടൻ്റ് ഫോർമുല യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? QE² പ്ലസ് mg² എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? എന്നാൽ റിസൾട്ടൻറ്റിന് ഓപ്പോസിറ്റാണ് ടെൻഷൻ. റിസൾട്ടൻറ്റിന് ഓപ്പോസിറ്റാണ് ടെൻഷൻ. അപ്പോൾ അത് തന്നെ ടെൻഷൻ എന്ന് എഴുതിയാൽ മതി. ഓക്കെ ആണോ? അപ്പോൾ ഒരു പെൻഡിലം ഉണ്ട്. ആ പെൻഡിലം മോഷനിലേക്ക് കൊണ്ടുവന്നത് D2 ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ്. അപ്പോൾ എഫിൻ്റെ ഫോർമുല Q/E എന്ന് എഴുതാം. വെയിറ്റ് താഴോട്ടായിരിക്കും. അപ്പം QEയും mgയും നമ്മൾ റിസൾട്ടൻ്റ് R ആണ്. Rന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് ടെൻഷൻ. അപ്പോൾ അത് തന്നെ T എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇനി ടൈം പീരീഡ് ആണ്. ടൈം പീരീഡിൻ്റെ ഫോർമുല 2π × L/g ആണ് ഇല്ലേ? G എങ്ങനെ എടുക്കാം? ഇവിടെ നോക്കിയേ, ഇലക്ട്രിക് ഫീൽഡും ജിയും താഴോട്ടാണ് ഇല്ലേ? G നമ്മൾ G വെയിറ്റ് എങ്ങോട്ട് ആക്ട് ചെയ്യും? താഴോട്ടും. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് താഴോട്ടാണെങ്കിൽ എഫക്റ്റീവ് G എങ്ങനെ എഴുതാം? G+QE/m എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇനി ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് മേളിലോട്ടാണ് പോകണമെങ്കിൽ G എങ്ങനെ എഴുതാം? എഫക്റ്റീവ് G-QE/m. ക്ലിയർ അല്ലേ? G-QE/m. അപ്പോൾ ഇവിടെ ഇതാണ് ഫോർമുല. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കാണാതെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ G എഫക്റ്റ് ഇലക്ട്രിക് ഫീൽഡും ജിയും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇലക്ട്രിക് ഫീൽഡും ജിയും ഓപ്പോസിറ്റ് ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഒരു ക്യൂബ് എടുക്കുകയാണെങ്കിൽ ആ ക്യൂബിൻ്റെ അകത്താണ് ചാർജ് ഉണ്ടെങ്കിൽ അല്ലേ? ഫ്ലക്സ് എന്നുള്ള Q/ε0. ആക്ച്വലി ഈ ക്യൂബ് എന്ന് പറയുമ്പം എത്ര ഫേസ് ഉണ്ടാവും? 6 ഫേസ്. 6 ഫേസിനാണ് Q/ε0. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഒരു ഫേസിൽ ആൻസർ എന്തായിരിക്കും? Q/6ε0. ക്ലിയർ അല്ലേ? ഇപ്പം നമ്മൾ ഇതേ ക്യൂബിൽ ഒരു ഫേസിലാണ് ഒരു ചാർജ് പ്ലേസിലുള്ള ഫേസിൽ. അപ്പോൾ ഈ ചാർജിന് എൻക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 ക്യൂബ് വേണ്ടി വരും. അതാണ് 2 ക്യൂബിനാണ് Q/ε0. അങ്ങനെയാണെങ്കിൽ നമ്മളതിൽ ഒരു ക്യൂബേ ഉള്ളൂ. അപ്പോൾ ഒരു ക്യൂബിന് Q/2ε0. അപ്പോൾ ഒരു ക്യൂബ് എന്ന് പറഞ്ഞാൽ 6 ഫേസാണ്. ബട്ട് ഇവിടെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ചാർജ് ഉള്ള ഫേസ് നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അപ്പോൾ നമുക്ക് ഒരു ക്യൂബിന് 5 ഫേസായിട്ട് മാറും. അപ്പോൾ 5 ഫേസിനാണ് Q/2ε0 ആണെങ്കിൽ ഒരു ഫേസിന് Q/10ε0. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നോക്കിയേ, ചാർജ് അറ്റ് ദ സെൻറ്റർ ഓഫ് വൺ എഡ്ജ് ആണ്. ഒരു എഡ്ജിലാണെങ്കിൽ ഇല്ലേ? ഒരു എഡ്ജിലാവുമ്പോൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടി എത്ര ക്യൂബ് വേണ്ടി വരും? 4 ക്യൂബ്. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് Q/4ε0 ആണ്. എന്നാൽ ഇവിടെ എത്ര ഫേസ് ഉണ്ട്? ആ ചാർജ് ഉള്ള ഫേസ് 2 ഫേസ് എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അങ്ങനെയാണെങ്കിൽ 4 ഫേസിനാണ് 4ε0. മനസ്സിലായോ? അപ്പോൾ ഒരു ഫേസിനാണെങ്കിൽ 1/16 വരും. ക്ലിയർ ആണല്ലോ? ഇനി കോർണറിലാണ് ചാർജ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ 8 ക്യൂബ് വരും. അപ്പോൾ 8 ക്യൂബിനാണ് ഇല്ലേ? 8 ക്യൂബിനാണ് Q/ε0. അപ്പോൾ ഒരു ക്യൂബിന് Q/8ε0 വരും. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഇനി ഇതിൽ ഏതൊക്കെ ഫേസ് ഒഴിവാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇതൊന്ന് ഒഴിവാക്കണം, ആ ചാർജ് പോണ ഫേസ് ഇല്ലേ ഇത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് മേലത്തത്, പിന്നെ ഈ ഫേസ്. അപ്പോൾ 3 ഫേസും ഒഴിവാക്കണം. അതായത് 3 ഫേസിനാണ് Q/8ε0. 3 ഫേസിനാണ്
Q/8ε0. അപ്പോൾ ഒരു ഫേസിന് Q/8 × 3. അപ്പോൾ എത്ര വരും? 24 ആയിരിക്കും ആൻസർ. മനസ്സിലായോ? ക്ലിയർ ആണോ? ആ ചാർജ് ഡയറക്റ്റായിട്ട് പോണ ഫേസ് നമ്മൾ എടുക്കണ്ട, കാരണം അവിടുത്തെ ഫ്ലക്സ് ഒക്കെ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അതൊന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഈ ഫേസ്, സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇപ്പം ഞാൻ ഹാച്ച് ചെയ്യണ ഫേസിൽ ഫ്ലക്സ് എന്താണെന്ന് ചോദിച്ചാൽ അത് 0 ആണ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ശരി. ഇനി നോൺ കണ്ടക്റ്റിംഗ് സ്പിയർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വേഴ്സസ് ഡിസ്റ്റൻസ്, ഇതാണ് പ്ലോട്ട്. ഇനി കണ്ടക്റ്റിംഗ് സ്പിയർ ആണ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്ലോട്ട് ഇങ്ങനെ ആയിരിക്കും പോവുക. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് അകത്ത് 0 ആണ്, പുറത്തുനിന്ന് മാത്രമേ വരത്തുള്ളൂ. ഇത് ഇപ്പം ഞാൻ ഇത് വരച്ചിരിക്കുന്ന നോൺ കണ്ടക്റ്റിംഗ്, ഇത് കണ്ടക്റ്റിംഗ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 4 points A, B and C, D are set at a distance from the center of a dipole. ഇപ്പോൾ ഡൈപ്പോൾ തന്നിട്ടുണ്ട് +Q -Q. അപ്പോൾ നമുക്കറിയാം എയിൽ പോസിറ്റീവ് ആയിരിക്കും, സിയിൽ നെഗറ്റീവ് ആയിരിക്കും, ഇല്ലേ? ഇനി ഡിയും ബിയും വന്നിട്ട് ഒരേ പൊട്ടൻഷ്യലിൻ്റെ ഒരേ റീജിയനാണ്. അപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. ക്ലിയർ ആണ്? അപ്പോൾ പോസിറ്റീവ് ഉള്ള സ്ഥലത്ത് പൊട്ടൻഷ്യൽ കൂടുതൽ, നെഗറ്റീവ് കുറവും. ഡിയും ബിയും വന്നിട്ട് ഈക്വ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് അത് ഈക്വ പൊട്ടൻഷ്യൽ സർഫസ്, അവിടെ പൊട്ടൻഷ്യൽ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ VA ആണ് കൂടുതൽ, അല്ലേ? VA is greater than VB, ബട്ട് VBയും VDയും സെയിം ആണ്. ഓക്കെ അല്ലേ? ആൻഡ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ VC. അപ്പോൾ ഓപ്ഷൻ 2 ആണ്. ഇനി എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്ററിൽ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി ചോദിച്ചാൽ നിങ്ങൾ എപ്പോഴും എങ്ങനെ എഴുതുക? QV എന്ന് എഴുതുക. ഇനി ആ QV നിന്ന് 50% എനർജി, അതായത് നമ്മൾ ½ എന്ന് പറയത്തില്ലേ? അപ്പോൾ ഈ ½ എന്ന് പറയണത് ആ ബാറ്ററീൻ്റെ QV എടുത്തിട്ട് അതിൽ 50% നമ്മൾ എനർജി എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. 50% ലോസ് ആയിരിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, കപ്പാസിറ്ററിൽ ഉള്ള എനർജി 20 ആണെന്ന് വയ്ക്കുക. അപ്പോൾ സപ്പോസ് നിങ്ങളെ കപ്പാസിറ്ററിലുള്ള എനർജി 20 ജൂൾ ആണെങ്കിൽ, ഇല്ലേ? അപ്പോൾ വർക്ക് ഡൺ ബൈ ദ ബാറ്ററി എത്ര ആയിരിക്കും? 40 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ബാറ്ററീൻ്റെ 50% മാത്രമേ കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യണുള്ളൂ, 50% ലോസ് ആണ്. ക്ലിയർ അല്ലേ? ഇനി ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇതൊരു പാരലൽ കണക്ഷനാണ്. കപ്പാസിറ്റർ പാരലൽ ആണെങ്കിൽ നമ്മൾ മൂന്നും കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ C+C ആൻസർ എന്തായിരിക്കും? അത് നമുക്ക് ഇത് പാരലാണോ എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ള രീതി, ഇല്ലേ? അപ്പോൾ ഇവിടെ നോക്കി, ഇതാണ് A. ഇവിടെ A കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു എന്താണ്, ഷോർട്ട് സർക്യൂട്ട് പോലെയാണ്. ഇവിടെ വേറെ കപ്പാസിറ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ A കൊടുക്കാം. ഞാൻ ഇവിടെ B കൊടുക്കുകയാണെങ്കിൽ ഇവിടെ വേറെ ഒന്നും കപ്പാസിറ്റർ ഇല്ലാത്തതുകൊണ്ട് B കൊടുക്കുക. അപ്പോൾ ഞാൻ Aയും Bയും 2 ടെർമിനൽസ് എടുക്കും. അപ്പോൾ ഫസ്റ്റ് AB ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഓക്കെ അല്ലേ? അപ്പോൾ ഇതെനിക്ക് ക്ലോസ് ചെയ്യാം. അടുത്ത് BA അനദർ കപ്പാസിറ്റർ ഉണ്ട്, ശരിയല്ലേ? അടുത്തത് അഗെയിൻ BA അനദർ കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എത്ര കപ്പാസിറ്റർ ആയിട്ട് മാറി? 3 കപ്പാസിറ്റർ ആണെങ്കിൽ നമ്മൾ ആൻസർ എന്താവും? പാരലാണ്, അല്ലേ? പാരൽ നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആൻസർ എന്ത് വരും? 3C ആണ് വരേണ്ടത്. ക്ലിയർ ആണോ? ഇപ്പോൾ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ 3C എന്ന് മാറ്റുകയാണ്. ക്ലിയർ ആണോ? പാരലാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി. ഓക്കെ. ഇനി ഈ പ്രോബ്ലം നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു ക്വസ്റ്റ്യനും കൂടെയാണ്. ഇവിടെ നോക്കിയാൽ കപ്പാസിറ്റർ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ Aയും Bയും, അപ്പോൾ ഇത് A എന്നുള്ള ഞാൻ ഒരു കപ്പാസിറ്റർ പ്ലേറ്റ് ആയിട്ട് എടുത്ത്, അഗെയിൻ B എന്നുള്ളത് അടുത്ത കപ്പാസിറ്റർ പ്ലേറ്റ് ആയിട്ട് എടുത്ത്. അപ്പോൾ ഇത് B ആണെങ്കിൽ ഈ ടോപ്പിലും B തന്നെയായിരിക്കും, ഇവിടെയും B തന്നെയായിരിക്കും, ഇല്ലേ? അപ്പോൾ നടുക്ക് A. അപ്പോൾ ഞാൻ ഫസ്റ്റ് Aയും Bയും മാർക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നോക്കി, B നിന്ന് Aയിലേക്ക് ഒരു പ്ലേറ്റ്, ഇല്ല, ഒരു കപ്പാസിറ്റർ പ്ലേറ്റ്. അതേപോലെ അഗെയിൻ A നിന്ന് Bയിലേക്ക് അടുത്ത കപ്പാസിറ്റർ പ്ലേറ്റ്. അപ്പോൾ 2 പാരലൽ പ്ലേറ്റേ ഉള്ളൂ. അപ്പോൾ 2 പാരലൽ പ്ലേറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പോൾ 2C ആണ് ആൻസർ. Cൻ്റെ വാല്യൂ എന്താണ്? ε0 A/D. അപ്പോൾ ഓപ്ഷൻ D ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഇപ്പോൾ ഇവിടെ B ആയതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വേറെ ഒന്നും നോക്കണ്ട, ഒരു കോമൺ പ്ലേറ്റ് അല്ലേ? അപ്പോൾ ഇവിടെ B ആണെങ്കിൽ ടോപ്പിലും ബേസിലും B ആണ്. ഓക്കെ, ഇത് A ആണ്. ക്ലിയർ ആണോ? ഇനി ഈക്വൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് B ഈസ്. അപ്പോൾ ഇവിടെ Aയും Bയും ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ C എടുക്കുവാണെങ്കിൽ ഈ പോയിന്റ് C, ഈ പോയിന്റ് C, ഈ പോയിന്റ് C, കാരണം അവിടെ റെസിസ്റ്റർ ഒന്നുമില്ല. അപ്പോൾ ഞാൻ A, C, B എന്ന് എഴുതാം, കാരണം എൻ്റെ 2 ടെർമിനൽസ് 2 എൻഡിൽ എഴുതുക, നടുക്ക് C എഴുതുക. അപ്പോൾ Aയിൽ നിന്ന് Cയിലേക്ക് 3 റെസിസ്റ്റൻസ് ഉണ്ട്, അല്ലേ? അപ്പോൾ 1, 2, 3 റെസിസ്റ്റർ ഉണ്ട് A നിന്ന് Cയിലേക്ക്. ഇനി C നിന്ന് Bയിലേക്ക് ഒരു റെസിസ്റ്ററേ ഉള്ളൂ. 3 റെസിസ്റ്റർ എന്താണ്? പാരലാണ്. പാരലാണെങ്കിൽ നമ്മളെ ഫോർമുല എന്താണ്? R/3, ഇല്ലേ? അപ്പോൾ R/3. ഇനി ഇത് R. അപ്പോൾ കാരണം 3 റെസിസ്റ്ററും സീരീസ് അല്ലേ? ജനറൽ ഫോർമുല ചോദിക്കുകയാണെങ്കിൽ പാരലിൻ്റെ R/N ആണ് റെസിസ്റ്ററിന്. സീരീസ് ആണെങ്കിൽ NR ആണ് ഫോർമുല.
അപ്പോൾ ഇവിടെ 3 ഉള്ളതുകൊണ്ട് R/3. ഇനി R/3യും 6ഉം സീരീസ് ആയതുകൊണ്ട് നമ്മളത് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം ഇല്ലേ. അപ്പോൾ R/3 + 6 എന്നുള്ളത് എന്താവും, 4R/3 ആയിട്ട് മാറും. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കി, 5 ഈക്വൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിളാണ്. സെൻറ്ററിലുള്ള റെസിസ്റ്റർ നമുക്ക് ഒഴിവാക്കാം. അങ്ങനെയാണെങ്കിൽ മേളത്തെ ഈ 6ഉം കൂടെ ചേരുമ്പോൾ 2R ആവും. ഈ 6ഉം കൂടെ ചേരുമ്പോൾ 2R ഇല്ലേ. അപ്പോൾ നമ്മൾ സർക്യൂട്ട് എങ്ങനെ ഫോം ആവും, ഏറ്റവും ടോപ്പിൽ 2R, ബേസിലും 2R വരും. അപ്പോൾ 2Rഉം പാരലല്ലേ. അപ്പോൾ ആൻസർ എന്ത് കിട്ടും, 6 കിട്ടും. ക്ലിയർ ആണോ? ഇനി ഇതേപോലത്തെ സർക്യൂട്ട്സ് വരുവാണെങ്കിൽ പൊതുവെ ഇങ്ങനെ ഒരു യു ടേൺ അടിച്ച് കൊടുക്കുക, ഇങ്ങനെ കട്ട് ചെയ്ത് വിടുക. അപ്പോൾ ഈ 2ഉം സീരീസ് ആവും. ക്ലിയർ അല്ലേ. അപ്പോൾ 2 ആകുമ്പോൾ 4 ആവും. ഈ 4ഉം ഈ 2ഉം സീരീസ് ആയിട്ട് മാറുക. അപ്പോൾ 2 + 2 4 ആവും. 4ഉം 2ഉം പാരലാണ്. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 4ഉം 2ഉം പാരലാണെങ്കിൽ ആൻസർ 4/3. ആ 4/3യും ഈ 2ഉം എല്ലാം സീരീസ് ആണ്. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 4/3 + 2 + 2. അപ്പോൾ ആൻസർ 16/3. ആ 16/3യും ഈ 2 + 2 4ഉം പാരലാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ആൻസർ നമുക്ക് 16/7 എന്ന് കിട്ടും. ഇതാണ് ലാസ്റ്റ്. ക്ലിയർ അല്ലേ? ഒന്ന് ചെയ്ത് നോക്കാം. ഇനി എ വയർ ഇസ് സ്ട്രെച്ച് സോ ഇറ്റ്സ് ഏരിയ ഡിക്രീസസ്. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ഫോർമുല ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L², ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ സ്ക്വയർ. ഏരിയ 10% കുറഞ്ഞു. 10% കുറഞ്ഞെങ്കിൽ 100%ത്തിൽ നിന്ന് 10 കുറഞ്ഞാൽ 0.9 ആണ്. ഇപ്പോൾ 0.9 ആകുമ്പോൾ 1/0.81 ആണ്. ഇപ്പോൾ 1 ഡിനോമിനേറ്ററിലാണ് വാല്യൂ ഉള്ളതല്ലേ. ഇപ്പോൾ ഡിനോമിനേറ്ററിൽ വാല്യൂ കുറയുമ്പോൾ ന്യൂമറേറ്ററിൽ വാല്യൂ കൂടണം. അപ്പോൾ ഇൻക്രീസസ് ആയിരിക്കും. ഇനി 1/0.81 എന്നുള്ളത് എത്രയാണ്, 23 ആണ്. ക്ലിയർ ആണോ? ശരി, അത് 0.23 കിട്ടും. അത് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ. സോ സിമിലർലി ഇവിടെ നോക്കി, ഇൻ ദ ഗിവൺ സർക്യൂട്ട് ദ ഈക്വൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് B ആണ്. അപ്പോൾ A ആൻഡ് B എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ സർക്യൂട്ട് നിങ്ങൾ വരയ്ക്കേണ്ടത് ഈ ഫോമിലാണ്. അതായത് ഇതിനെ കുറച്ചുകൂടെ അറേഞ്ച് ചെയ്യുക. 9, 3, ഇതിന് നടുക്ക് വീണ്ടും ഒരു റെസിസ്റ്റർ ഉണ്ടാവും. എഗെയിൻ അടുത്ത റെസിസ്റ്റർ എത്രയാണ്, 2, അടുത്ത റെസിസ്റ്റർ എത്രയാണ്, 6 ആണ്. അപ്പോൾ ഇതാണ് നമ്മളെ ടെർമിനൽസ്. ഇത് B, ഇത് നമുക്ക് A എടുക്കാം. അപ്പോൾ നടുക്കുള്ള റെസിസ്റ്റർ നമുക്ക് ഒഴിവാക്കണമില്ല. അപ്പോൾ ഈ 3ഉം 9ഉം 2ഉം 6ഉം 1ഉം ഇത് എഗെയിൻ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജാണ്. അപ്പോൾ 3/9 = 2/6 എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1/3 കിട്ടും. ഇതും 1/3 എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം നടുക്കുള്ള റെസിസ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. അപ്പോൾ നടുക്കുള്ള റെസിസ്റ്റർ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ 3ഉം 2ഉം സീരീസ് ആണ്. അപ്പോൾ 3 + 2 5 എന്ന് വരും. 9ഉം 6ഉം സീരീസ് ആണ്. അപ്പോൾ എത്ര കിട്ടും, 14 കിട്ടും. ഇനി 5ഉം 14ഉം പാരലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കും, 5 × 14/5 + 14. അപ്പോൾ നമ്മൾ ആൻസർ കിട്ടും. ആൻസർ എത്രയാണെന്ന് ചോദിച്ചാൽ 3.75 ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ AB. ഓക്കെ, ഇവിടെ കറണ്ട് 1 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 2 ഓം റെസിസ്റ്ററിൽ വോൾട്ടേജ് എന്തായിരിക്കും, 2 × 1 2 ആണ്. പിന്നെ VA - VB ആയതുകൊണ്ട് ആൻസർ എന്തായിരിക്കും, -2 ആയിരിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റിലാക്സേഷൻ പീരീഡ്, ഡ്രിഫ്റ്റ് വെലോസിറ്റി, കറണ്ട് ഡെൻസിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫോർമുല ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം റിലാക്സേഷൻ പീരീഡ് ആണ്. അതിൻ്റെ വാല്യൂ വന്നിട്ട് m∑n⁡e². അപ്പോൾ ഇതാണ് ഓപ്ഷൻ. ജസ്റ്റ് നോക്കി വയ്ക്കുക. ഫോർമുലാസ് ആണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റിൻ്റെ ഫോർമുല നമുക്കറിയാം, എന്താണ്, E/τ/E/m. കറണ്ട് ഡെൻസിറ്റി എന്നുള്ളത് NE × VD-യും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്നുള്ള J/E. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ബൾബിൻ്റെ കേസ് എടുക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് പവറിൻ്റെ ഫോർമുല V²/R ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ ഇതിൽ ഗ്ലോനെസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ നോക്കി. 3 ബൾബുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് 60 വാട്ട് ഉണ്ട്, അടുത്തത് 100 വാട്ട് ഉണ്ട്, അടുത്തത് 200 വാട്ട് ഉണ്ട്. ഇതെല്ലാം പാരലാണ്. അപ്പോൾ ഇതിൽ ഏതിനാണ് ബ്രൈറ്റ്നസ് കൂടുതൽ? അപ്പം ഇവിടെ നോക്കിയേ, ഏതിനാണോ വോൾട്ടേജ് പവർ കൂടുതലുള്ള അതിന് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പോൾ മാക്സിമം കറണ്ട് എങ്ങോട്ട് പോകും, 200ലേക്ക് പോകും. മനസ്സിലായി? അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഏതിനാണ് വോൾട്ടേജ് വാട്ട് ഇല്ല, 3 ബൾബിന് ഏതിനാണ് വാട്ട് കൂടുതൽ, 200 വാട്ടാണ് കൂടുതൽ, അതിന് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പോൾ പാരൽ കണക്ഷൻ ആയതുകൊണ്ട് മാക്സിമം കറണ്ട് എങ്ങോട്ടായിരിക്കും പോവുക, 200 വാട്ടിലേക്ക്. അപ്പോൾ അത് ബ്രൈറ്റ് ചെയ്യും. ഇനി സീരീസ് ആണെങ്കിൽ നേരെ തിരിച്ചാണ്. സീരീസ് ആകുമ്പോൾ 60 വാട്ടിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ. അപ്പോൾ സീരീസ് ആകുമ്പോൾ കറണ്ട് സെയിം ആണ് അല്ലേ, കറണ്ട് സെയിം ആണ്. അപ്പോൾ സീരീസ് ആണെങ്കിൽ 60 വാട്ടായിരിക്കും മാക്സിമം ഗ്ലോ ചെയ്യുക, പാരൽ ആണെങ്കിൽ 200 വാട്ട്.
ക്ലിയർ ആണല്ലോ. ശരി, ഇനി ഈ ക്വസ്റ്റ്യൻ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അറ്റ് ദ സെൻറ്റർ. ഇതൊരു സർക്കുലർ ലൂപ്പായിട്ട് എടുക്കുകയാണെങ്കിൽ സർക്കുലർ ലൂപ്പിൻ്റെ ഫോർമുല μ0I/2r ആണ് ഇല്ലേ. അപ്പോൾ ഇത് സെമി സർക്കിൾ ആയതുകൊണ്ട് നമുക്ക് ഒന്നെങ്കിൽ ഫോർമുല ഇൻറ്റു θ/360 എന്നിടാം. എങ്ങനെ പഠിച്ചാലും ഓക്കെയാണ്. സെമി സർക്കിളായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. സെമി സർക്കിൾ ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ 180 ആണ്. അപ്പോൾ 180/360 ആകുമ്പോൾ μ0I/4r എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഗാൽവനോമീറ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഗാൽവനോമീറ്ററിൽ നമുക്ക് ഗാൽവനോമീറ്ററിന് പാരലായിട്ടാണ് ഷണ്ട് റെസിസ്റ്റൻസ്. ഗാൽവനോമീറ്ററിലേക്ക് പോണ കറണ്ട് IG-യും ഷണ്ട് റെസിസ്റ്റൻസിലേക്ക് പോണ കറണ്ട് IS-ഉം ആണ് ഇല്ലേ. അപ്പോൾ എനിക്ക് ഈ സിൻസ് ഇത് രണ്ടും പാരലായിട്ട് രണ്ടിൻ്റെ വോൾട്ടേജ് സെയിം ആയിരിക്കും. അപ്പോൾ IG/IS = S/G എന്ന് എടുക്കാം. എസും ജിയും റെസിസ്റ്റൻസ് ആണ്. എസ് എന്നുള്ള ഷണ്ട് റെസിസ്റ്റൻസും ജി എന്നുള്ള ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ജി ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ G = IS/IG × S എന്ന് എടുക്കാം. IS എന്നുള്ള ഷണ്ടിലേക്ക് പോണ കറണ്ട് എത്രയായിരിക്കും? ഡിഫറൻസ് ആയിരിക്കും 100 - 20യും ഗാലനോമീറ്ററിലേക്ക് പോകുന്നത് 20 ആയിരിക്കും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ആൻസർ 48 കിട്ടും. ക്ലിയർ ആണോ? ഇനി ഇത് നോക്കി ഈ ഡയഗ്രാംസ് ഒക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക ഈ കട്ട് സെക്ഷനിൽ. ഇപ്പോൾ ഫസ്റ്റ് വൺ നോക്കി. ഇപ്പോൾ ഇതൊരു സെമി സർക്കിളാണ്. അപ്പോൾ ആൻസർ എന്താവും? μ0I/4r. അപ്പോൾ നിങ്ങൾ ചോദിക്കും സ്ട്രൈറ്റ് കണ്ടക്ടറിന് എന്ത് പറ്റിയെന്ന്. അതായത് നിങ്ങളിങ്ങനെ ഒരു സെമി സർക്കിളും സ്ട്രേറ്റ് കണ്ടക്ടറും വരുവാണെങ്കിൽ, സെമി സർക്കിൾ ആൻഡ് സ്ട്രേറ്റ് കണ്ടക്ടർ വരുവാണെങ്കിൽ ഇവിടെ നോക്കിയാൽ ഇവിടെയാണ് സെൻറ്റർ പോയിന്റ്. അപ്പോൾ ഈ സ്ട്രേറ്റ് കണ്ടക്ടറിൻ്റെ അതേ ലൈനിലാണ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എടുക്കേണ്ട. നിങ്ങൾ ഈ സെമി സർക്കിളിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ എയിൻ്റെ ആൻസർ Q ആണ്. അതേപോലെ തന്നെ ബീൻ്റെ ആൻസർ S ആണ്. കാരണം ഇവിടെ 2 സെമി സർക്കിളുണ്ട്. ഇപ്പോൾ രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. ഇനി സീൻ്റെ ആൻസറിൽ ഓപ്ഷൻ P ആണ് വരുന്നത്, 3 μ0I/. കാരണം ഇത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ ഉണ്ടാവും. അപ്പോൾ സിക്ക് P ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ആംഗിൾ എത്രയാണെന്ന് നോക്കിയാൽ മതി ഇല്ലേ. ആംഗിൾ എത്രയാണെന്ന് നോക്കി. കാരണം ഈ 2 സ്ട്രേറ്റ് കണ്ടക്ടറിൻ്റെയും ഡിസ്റ്റൻസ് പാരലൽ. അപ്പോൾ ഇതും വേണ്ട, അതായത് എനിക്കിങ്ങ് നോക്കി ഇതും വേണ്ട, ഇതും വേണ്ട. കാരണം ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്താണ്? ഓൺ ദ ലൈനിലാണുള്ളത്. അപ്പോൾ ഇനി ഇത് സെമി സർക്കിൾ അല്ല, സെമി സർക്കിളിനും കൂടുതലുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഫോർമുല ഫോർമുല എന്തായിരുന്നു ലൂപ്പിന്? μ0I/2r × θ/360. അപ്പോൾ തീറ്റ എന്നുള്ളത് 270 ആണ്. അപ്പോൾ 270/360 കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ആൻസർ കിട്ടും. അതാണ് 3 μ0I/8r. ഇനി ഇതെടുക്കുകയാണെങ്കിൽ ഇവിടെ നോക്കി, ഇത് സ്ട്രേറ്റ് കണ്ടക്ടർ, അതിന് ഡിസ്റ്റൻസ് ഉണ്ട്. ഈ സ്ട്രേറ്റ് കണ്ടക്ടറിന് ഡിസ്റ്റൻസ് ഉണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്. അതേപോലെ ഈ സ്ട്രേറ്റ് കണ്ടക്ടറിനും ഡിസ്റ്റൻസ് ഉണ്ട്. ഈ സെമി സർക്കിളിന് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ സ്ട്രേറ്റ് കണ്ടക്ടർ ആണെങ്കിൽ നമ്മളെ ഫോർമുല നമുക്ക് എങ്ങനെ എടുക്കാം? μ0I/ നോർമലി ഫോർമുല എന്താണ്? 4πr × sin θ1 + sin θ2 ആണ് സ്ട്രേറ്റ് കണ്ടക്ടറിന്. മനസ്സിലാവണുണ്ടോ? അപ്പോൾ ഇതിൽ സ്ട്രേറ്റ് കണ്ടക്ടർ ഒരിടത്ത് മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളെങ്കിൽ ഒരു ആംഗിള് നമ്മൾ 0 എന്ന് എടുക്കും. ക്ലിയർ അല്ലേ? ഒരു ആംഗിൾ 0 എന്ന് എടുക്കും, ഒരു ആംഗിൾ നമ്മൾ 90 എന്ന് എടുക്കും. അപ്പോൾ ആൻസർ μ0I/4πr എന്ന് മാറും. ക്ലിയർ ആണോ? ഒരു ആംഗിൾ μ0I/4πr എന്ന് മാറും. ഇതൊരു ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഇതൊരു ഓക്കെ ആണോ? ശരി, ഓക്കെ. ഇനി അടുത്തത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടോർക്കിൻ്റെ ഫോർമുല M×B ആണ്. M എന്നുള്ളത് IAB എന്ന് എടുക്കാം. അപ്പോൾ കറണ്ട് 3 × √6 ആംപിയർ എന്ന് എടുക്കാം. ഏരിയ തന്നിട്ടുണ്ട് 4 cm². ഇനി വെക്റ്ററും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ I+J+K/√3 ഇടാം. B എന്നുള്ളത് 0.5 എടുക്കാം ഇല്ലേ. അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ ബാക്കിയുള്ള വാല്യൂസൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. അപ്പോൾ I×I എന്തായിട്ട് മാറും? 0. ഇനി അടുത്ത J×I -K ആണ്. ഇനി K×I എന്താണ്? +J. അപ്പോൾ -K + J വെക്റ്റർ ഫോമിൽ വരും. അപ്പോൾ അതിൻ്റെ വാല്യൂ എടുക്കുകയാണെങ്കിൽ ഇല്ലേ, K+J ആണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? √Kൻ്റെ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ ചെയ്യുമ്പോൾ 1 കിട്ടും. Jൻ്റെ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ ചെയ്യുമ്പോൾ 1 കിട്ടും. അപ്പോൾ √2 കൂടെ അഡീഷണലായിട്ട് ഇവിടെ കൊടുക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ട് 1.2 ആണ്. ഓക്കെ അല്ലേ? ഇനി ഇതൊരു കണ്ടക്ടറാണ്, അതിലേക്ക് കറണ്ട് മേളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പറയണത് അതിനെ ഡിഫ്ലക്റ്റ് ചെയ്യണം. അത് അതിൻ്റെ ഓപ്പോസിറ്റിൽ വരുന്നത് അപ്പോൾ എന്തായിരിക്കണം? ഇലക്ട്രോൺ ആയിരിക്കും. ബിക്കോസ് ഇലക്ട്രോൺ എപ്പോഴും കറണ്ട് ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി ഇതൊരു സർക്കുലർ ലൂപ്പാണെങ്കിൽ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ മേളത്തെ ആംഗിൾ എന്തായിരിക്കും? 2π - θ. അപ്പം ഇതിൻ്റെ റേഷ്യോ ചോദിക്കുകയാണെങ്കിൽ 2π - θ/θ.
ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യന് നമ്മൾ ലോറൻസ് ഫോഴ്സിൻ്റെ ഫോർമുല യൂസ് ചെയ്ത് F is equal to Q into V cross P. ഓക്കെ, അപ്പോൾ ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഇലക്ട്രോൺ ഇൻ ദ 3 കേസസ് ആണ്. അപ്പോൾ F is equal to ഇലക്ട്രോൺ ആയതുകൊണ്ട് ഒരു മൈനസ് കൊടുക്കുക. വെലോസിറ്റി നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാം, വെലോസിറ്റി ഈസ് ഇൻ ദ മൈനസ് എച്ച് ആക്സിസ്. അപ്പോൾ മൈനസ് ഐ ക്യാപ്പ് ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് താഴോട്ടാണ് പോകുന്നത് അല്ലേ? ഇല്ല, മാഗ്നറ്റിക് ഫീൽഡ് എന്നാൽ നെഗറ്റീവ് ഐ ആക്സിസ്. അപ്പോൾ മൈനസ് ജെ ക്യാപ്പ് എന്ന് എടുക്കുക. അപ്പോൾ ഐ ക്രോസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ഐ ക്രോസ് ജെ കെ ആണ്. അപ്പോൾ എഫ് എന്നുള്ളത് ഫസ്റ്റ് വൺ മൈനസ് കെ ആണ്. അപ്പോൾ മൈനസ് ഇസഡ് ആക്സിസ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ എ കിട്ടും. ക്ലിയർ അല്ലേ? ഇലക്ട്രോൺ ആയതുകൊണ്ട് മൈനസ് കൊടുക്കുക. ക്ലിയർ ആണോ? സോ ദ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് അറ്റ് എ ഡിസ്റ്റൻസ് ഇസഡ് ഡ്യൂ ടു ആൻ ഐസൊലേറ്റഡ് പോൾ ഓഫ് സ്ട്രെങ്ത് എം ഇസ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല എന്തായിരുന്നു? 1/4πε0 Q/r² ആണ് ഫോർമുലയാണെങ്കിൽ, ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എഴുതുവാണെങ്കിൽ 1/4πε0 എങ്ങനെ എടുക്കാം? μ0/4π ഇൻറ്റു Q എന്നുള്ളത് പോൾ സ്ട്രെങ്ത് r² എന്ന് എടുക്കാം. ഓക്കെ അല്ലേ? ഇനി രണ്ട് മാഗ്നറ്റ്സ് ഉണ്ട്, സെയിം ലെങ്ത്, ഹാവ് ദർ പോൾ സ്ട്രെങ്ത് ഇൻ ദ റേഷ്യോ 1:2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ടൈം പീരീഡ് ഫസ്റ്റ് ദ മാഗ്നറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഫിഗർ. അപ്പോൾ ഇവിടെ നോക്കിയേ, ടൈം പീരീഡിൻ്റെ ഫോർമുല 2π ഇൻറ്റു √I/mb ആണ് ഫോർമുല. ക്ലിയർ ആണോ? I എന്നുള്ള ഇനർഷ്യ, M എന്നുള്ള മാഗ്നറ്റിക് മൂവ്മെൻറ്റ്, B എന്നുള്ള മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് കണ്ടീഷൻ നോക്കിയാൽ നോർത്ത് സൗത്ത്, സൗത്ത് നോർത്ത്. അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുലയിൽ എന്ത് മാറ്റം വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലേ, ഹാഫ് സെയിം ലെങ്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനർഷ്യയിൽ മാറ്റമൊന്നുമില്ല. എം എന്നുള്ളത് നിങ്ങൾ എടുക്കേണ്ടത് M1 - M2 ഇൻറ്റു ബി എന്ന് എടുക്കണം. എന്തുകൊണ്ടെന്ന് മനസ്സിലായോ? നോർത്തും സൗത്തും നോർത്തും ആണെങ്കിൽ M1 - M2. ഇത് അപ്പോൾ T ഡാഷ്. അപ്പോൾ ഞാൻ T" എടുക്കുമ്പോൾ 2π ഇൻറ്റു √I/, ഈ കണ്ടീഷൻ നോക്കിയാൽ സൗത്തും നോർത്തും. അങ്ങനെയാണെങ്കിൽ അവിടെ ഞാൻ എഴുതേണ്ടത് M1 + M2 ഇൻറ്റു ബി എന്ന് എഴുതണം. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, അതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ഒന്ന് നമ്മളിവിടെ ഒന്ന് എന്താണ് 1ഉം 2ഉം തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാത്രമേ മാറ്റം വരണുള്ളൂ. അപ്പോൾ T' ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 2 - 1 എന്തായിരിക്കും? 1 ആയിരിക്കും. ശരിയല്ലേ? ഇനി T" ആണെങ്കിലോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു √3 ആയിരിക്കും. അപ്പോൾ ആൻസർ എടുക്കുമ്പോൾ നമുക്ക് ആൻസർ എന്തായി കിട്ടും? √3:1 എന്ന് കിട്ടും. ഓക്കെ ആണ്. അപ്പോൾ ടൈം പീരീഡ്, മാഗ്നറ്റിൻ്റെ ടൈം പീരീഡ് ചോദിക്കുകയാണെങ്കിൽ ഫോർമുല 2π ഇൻറ്റു √I/mb ആണ്. രണ്ട് മാഗ്നറ്റിൻ്റെയും പോൾസ് ഒരേപോലെ ആണെങ്കിൽ M1 M2 ആഡ് ചെയ്യണം, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി മാഗ്നറ്റിൻ്റെ കട്ടിങ്ങിനെ കുറിച്ച് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മാഗ്നറ്റ് ഇങ്ങനെ ഉണ്ട്, നോർത്തും സൗത്തും. ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിൻ്റെ ലെങ്ത് മാത്രമേ പകുതി ആവത്തുള്ളൂ. ക്ലിയർ അല്ലേ? ഇപ്പം ഞാൻ മാഗ്നറ്റിനെ ആക്സിയലി കട്ട് ചെയ്താൽ, നോർത്തും സൗത്തും ഇങ്ങനെ കട്ട് ചെയ്താൽ അതിൻ്റെ ഇവിടെയാണ് പോൾ സ്ട്രെങ്ത്. അത് നമ്മൾ QM എന്ന് എടുക്കാം. എന്നാൽ ഇങ്ങനെ കട്ട് ചെയ്യുമ്പം പോൾ സ്ട്രെങ്ത് പകുതിയോളാവും. ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആണ്? ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ പോൾ സ്ട്രെങ്തിൽ മാറ്റമില്ല, എന്നാൽ ആക്സിയലി കട്ട് ചെയ്യുമ്പോൾ പോൾ സ്ട്രെങ്ത് പകുതിയോളാവും. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ശരി. ഇനി സക്സെപ്റ്റബിലിറ്റി, മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിൽ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ നോക്കി വയ്ക്കുക. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് അലുമിനിയം ആണ്. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് നിങ്ങൾക്കറിയാം കോപ്പറാണ്, വാട്ടർ, സോഡിയം ക്ലോറൈഡ് ഒക്കെയാണ്. അപ്പം ഇവിടുത്തെ ഫോർമുല പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചറാണ്. അപ്പോൾ Chi = C ഇൻറ്റു μ0/T എന്ന് എടുക്കാം, അല്ലെങ്കിൽ M = C ഇൻറ്റു B0/T എന്ന് എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ Chi1/Chi2 = T2/T1. ഇവിടെ ടെമ്പറേച്ചർ എഴുതേണ്ടത് 127 കെൽവിനിലേക്ക് മാറ്റണം. അപ്പോൾ 127 + 273/27 + 273. അപ്പോൾ ആൻസർ 4/3 കിട്ടും. ഓക്കെ അല്ലേ? ഇനി പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ Chi ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഓക്കെ. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആണ്. ക്ലിയർ ആണോ? അതേപോലെ തന്നെ സൂപ്പർ കണ്ടക്ടർ ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ആ Chiൻ്റെ വാല്യൂ നോക്കി. യെസ്, Chiൻ്റെ വാല്യൂ എന്തായിരിക്കും? -1 ആയിരിക്കും. ഇനി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ അത് ഈ രീതിയിലായിരിക്കും പോവുക. Chi ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അപ്പോൾ ഈ പ്ലോട്ട് ഒന്ന് പഠിച്ചു വയ്ക്കുക.
ഇനി അതേപോലെ ഒരു ബാർ മാഗ്നറ്റിനെ ബെൻഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വയറിനെ ബെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം. എം ഇൻറ്റു ആ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ കൂടെ സൈൻ തീറ്റ ബൈ 2 ബൈ തീറ്റ ബൈ 2. അപ്പോൾ ഇവിടെ സൈൻ തീറ്റ ബൈ 2 എന്നുള്ളത് 60 ആണ്. അപ്പോൾ എം ഇൻറ്റു 60 ബൈ 2 30 ആണ്. അപ്പോൾ 30 ബൈ 30 എന്ന് എഴുതാം. ക്ലിയർ ആണോ? 30 ബൈ 30, ഇത് 30 ഡിഗ്രിയാണ്, മാറ്റിക്കളയിൽ. ഓക്കെ, അപ്പോൾ എം ഇൻറ്റു വാട്ട് ഈസ് സൈൻ 30 1/2 ഇല്ലേ? എം ഇൻറ്റു 1/2 ഇൻറ്റു 1/30 ഡിഗ്രി. അപ്പോൾ 30 ഡിഗ്രി നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുക? 30 ഡിഗ്രി എന്ന് പറയുന്നത് പൈ ബൈ 6 ആണ് അല്ലേ? അപ്പോൾ പൈ ഇവിടെയും 6 അവിടെയും കൊടുത്താൽ മതി. ക്ലിയർ ആണോ? 180/6. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 3m/π എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഇനി നമുക്ക് LCR സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ റെസൊണൻസ് കണ്ടീഷനാണ് HL ഇസ് ഈക്വൽ ടു HCയും അതിൻ്റെ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ഇസ് ഈക്വൽ ടു വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ. ഇതാണ് റെസൊണൻസ് കണ്ടീഷൻ. അപ്പോൾ ഇവിടെ എല്ലാം ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് തെറ്റാണ്. അപ്പോൾ ഈ ഫോർമുല പഠിച്ചു വയ്ക്കുക. ക്ലിയർ ആണോ? ഇനി ഒരു പ്രോട്ടോൺ മൂവ്സ് അലോങ് ദ ലൈൻ AB വിച്ച് ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ ആസ് എ സർക്കുലർ ലൂപ്പ് ഓഫ് കണ്ടക്റ്റിംഗ് വെയർ as shown, വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് കറണ്ട്. അതായത് ഈ പ്രോട്ടോൺ ഈ ലൂപ്പിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഇത് ക്ലോക്ക് വൈസ് ആയിരിക്കും, അവിടെ നിന്ന് മാറുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ്. അതിൻ്റെ അർത്ഥം ദ കറണ്ട് വിൽ ചേഞ്ചസ് ദ ഡയറക്ഷൻ ആസ് ദ പ്രോട്ടോൺ പാസസ് ബൈ. ക്ലിയർ അല്ലേ? തൊട്ടടുത്ത് പോകുമ്പം ഒരു ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോകുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മാഗ്നറ്റിക് ഫ്ലക്സ് തന്നിട്ടുണ്ട്, EMFിൻ്റെ ഫോർമുല. അപ്പോൾ EMFിൻ്റെ ഫോർമുല N ഇൻറ്റു d∅/dt ആണ് ഫോർമുല, N ഇൻറ്റു d∅/dt. അപ്പോൾ N ഇൻറ്റു ആ ഫ്ലക്സിനെ എന്ത് ചെയ്യുക? ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഫ്ലക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? AT² പ്ലസ് BT പ്ലസ് C. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? N ഇൻറ്റു 2AT പ്ലസ് B എന്ന് കിട്ടും. അടുത്ത് ടൈം T 1/2 കൊടുത്തിട്ടുണ്ട്, N1 എന്ന് എടുക്കുക. അപ്പോൾ ആൻസർ A പ്ലസ് B എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കി, ഫസ്റ്റ് ഇൻഡക്ടറും R ആണ്. അപ്പോൾ ഇൻഡക്ടറും റെസിസ്റ്ററും ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇൻഡക്ടർ എന്തായിരിക്കും? 0 വിത്ത് റെസ്പെക്ട് ടു റെസിസ്റ്റർ എന്തായിരിക്കും? 0 <5 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? കപ്പാസിറ്റർ റെസിസ്റ്റർ ആണെങ്കിൽ -90 ആയിരിക്കും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഇനി C വന്നിട്ട് ഇൻഡക്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻഡക്റ്റൻസ് മാത്രമേ ഉള്ളെങ്കിൽ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. റെസിസ്റ്റർ ആണെങ്കിൽ അവിടെ ഫേസ് ആംഗിൾ ഇല്ല. അപ്പോൾ നിങ്ങൾ ഇമ്പിഡൻസ് ട്രയാങ്കിളൊക്കെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് HL മൈനസ് HCയും ഇത് Zഉം ഇത് Rഉം ആണ്. ഇതൊക്കെ പഠിച്ചു വയ്ക്കണം കേട്ടോ. ക്ലിയർ ആണോ? ശരി. ഇനി അടുത്തത്, ഇൻ എ യൂണിഫോം ആൻറ്റി ഫീൽഡ് ഇസ് റെസ്ട്രിക്റ്റഡ് വിത്തിൻ എ റീജിയൻ ഓഫ് റേഡിയസ് R, ദ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ചസ് വിത്ത് എ ടൈം റേറ്റ് dB/dt. അപ്പോൾ ലൂപ്പ് 1 വന്നിട്ട് ഓഫ് റേഡിയസ് R ഗ്രേറ്റർ ദാൻ സ്മോൾ ലെറ്റർ R ആണ്, എൻക്ലോസസ് ദ റീജിയൻ, ആൻഡ് ലൂപ്പ് 2 ഓഫ് റേഡിയസ് ഔട്ട്സൈഡ് ദ റീജിയൻ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പുറത്ത് പോവുകയാണെങ്കിൽ അവിടുത്തെ EMF എന്തായിരിക്കും? 0 ആയിരിക്കും. അകത്ത് മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളൂ. അപ്പോൾ EMFിൻ്റെ ഫോർമുല എന്താണ്? N ഇൻറ്റു d∅/dt അല്ലേ ഫോർമുല? നമുക്കൊരു മൈനസും കൂടെ ഉണ്ട് അല്ലേ? അപ്പോൾ -N ഇൻറ്റു d/dt. ഫ്ലക്സിൻ്റെ ഫോർമുല എന്താണ്? ഫ്ലക്സിൻ്റെ ഫോർമുല B.A ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ N ഇൻറ്റു ഏരിയ എങ്ങനെ എഴുതാം? πr² ഇൻറ്റു dB/dt എന്ന് എഴുതാം. അപ്പോൾ ഇതുവരെ ഒന്ന് ചെയ്തു വയ്ക്കുക. ക്ലിയർ ആണോ? ശരി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ, EMFിൻ്റെ ഫോർമുല ഓൺ എൻ ഇൻഡക്ടർ -L ഇൻറ്റു di/dt. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് കറണ്ട് ഈ സർക്യൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ വാട്ട് ഹാപ്പൻസ് ഇഫ് ദ കറണ്ട് ഈസ് ഡിക്രീസിങ് അറ്റ് എ റേറ്റ് ഓഫ് 10⁻3. അപ്പോൾ ഇവിടെ റേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി di/dt കറണ്ട് ബൈ ടൈം, അത് ഡിക്രീസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിക്രീസിങ് ആകുമ്പോൾ -10⁻3 ആണ്. ആൾറെഡി ഇവിടെ മൈനസ് ഉണ്ട്, അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. അപ്പോൾ di/dt ആണ് 10⁻3, -10⁻3 ആണ്. ഇവിടെ മൈനസ് ഇടാം, ഇവിടെ ഒരു മൈനസ് ഇടാം, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും, ആൻസർ 4 കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ ഈ ഇൻഡക്ടറിന് അവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ ഒരു ബാറ്ററി കണക്ട് ചെയ്യുക. ബാറ്ററി EMF 4 ആയിരിക്കും, കാരണം കറണ്ട് ഈ ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പോൾ അതിന് ഓറിയൻറ്റേഷൻ അതിൽ നിന്ന് പ്ലേസ് ചെയ്ത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇൻഡക്ടർ മാറ്റിയിട്ട് അവിടെ നേരെ എന്ത് ചെയ്യുക? ഒരു ബാറ്ററി വയ്ക്കുക. ബിക്കോസ് IMFിൻ്റെ വാല്യൂ ആണ് 4 എന്നിരിക്കുന്നത്, ആ 4 അവിടെ കൊടുക്കുക. ഇനി നമ്മൾ VP മൈനസ് VQ, ഞാൻ VP മൈനസ് VQ ആകുമ്പം ഞാൻ പറഞ്ഞ ഡയറക്ഷനാണ് കറണ്ട് ഉള്ളത്. അപ്പോൾ 2 ഇൻറ്റു 1 2 ഇൻറ്റു കറണ്ട് 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു 2 4. ഞാൻ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ടച്ച് ചെയ്യുന്നത് ബാറ്ററി നെഗറ്റീവ് ആയതുകൊണ്ട് -10. എഗെയിൻ ഞാൻ ടച്ച് ചെയ്യുന്നത് ബാറ്ററി നെഗറ്റീവ് -4. അപ്പോൾ +4 -4 ക്യാൻസൽ ചെയ്യും. ഇപ്പോൾ VP മൈനസ് VQ -10 ആണ്. ഇവർക്ക് വേണ്ടത് VQ മൈനസ് VP ആണ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 10 ആയിരിക്കും.
ഓക്കെയാണ്. അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് റെസിസ്റ്ററും ഇൻഡക്ടറും ഒരു സർക്യൂട്ടിൽ കാണുവാണെങ്കിൽ എപ്പോഴൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. റെസിസ്റ്റർ ഇൻഡക്ടറും സർക്യൂട്ടിൽ കാണുമെങ്കിൽ ഇൻഡക്ടറിനെ ഒരു ബാറ്ററി ആക്കി മാറ്റുക. ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ബാറ്ററി സെറ്റ് ചെയ്യുക. അപ്പോൾ ബാറ്ററി എങ്ങനെ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കറണ്ട് എപ്പോഴും റീച്ച് ചെയ്യുന്നത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലാണ്. ഓക്കെ അല്ലേ? ഇനി സപ്പോസ് നമുക്കൊരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ നോക്കി ഇൻഡക്ടറും റെസിസ്റ്ററൊക്കെ ഉണ്ടെങ്കിൽ ഈ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ആ സമയം ഇൻഡക്ടർ ചാർജിങ്ങിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇൻഡക്ടർ എന്തായിട്ട് മാറും? ഇൻഡക്ടർ വിൽ ആക്ട് ആസ് എൻ ഓപ്പൺ സർക്യൂട്ടായിട്ട് മാറും. അപ്പോൾ അതിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. ഇനി ടി ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ ആ ഇൻഡക്ടർ എന്തായിട്ട് മാറും? ക്ലോസ്ഡ് സർക്യൂട്ടായിട്ട് മാറും. മനസ്സിലായോ? ക്ലിയർ ആണ്. അപ്പോൾ അതിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ ഓർത്ത് വയ്ക്കുക. ടി ഈക്വൽ ടു 0, ടി ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പോൾ ടി ഈക്വൽ ടു 0യിൽ ഇൻഡക്ടറിലോട്ട് കറണ്ട് പോകത്തില്ല. അതായത് ഈ സർക്യൂട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും നമ്മൾ വരയ്ക്കുക. അത് ഓപ്പൺ ആയിട്ട് മാറും. എപ്പോഴാണ്? ടി ഈക്വൽ ടു 0യിൽ. ടി ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ ആ ഇൻഡക്ടർ വിൽ ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ടായിട്ട് മാറും. ക്ലിയർ ആണ്. അതിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ഈ കണ്ടീഷൻസ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇനി ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എല്ലും സിയും ആറും ഉണ്ട്. അപ്പോൾ V1 V2 ഇൻഡക്ടറും കപ്പാസിറ്ററിനും ഒരേ വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം റെസൊണൻസ് ആണ്. റെസൊണൻസിൻ്റെ കണ്ടീഷൻ HL ഈക്വൽ ടു HC ആണ്. റെസൊണൻസ് കണ്ടീഷൻ HL ഈക്വൽ ടു HC ആണെങ്കിൽ Z ഇമ്പിഡൻസ് ഈസ് ഈക്വൽ ടു R എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ള റെസിസ്റ്ററിലുള്ള വോൾട്ടേജ് ആണ് ക്വസ്റ്റ്യൻ. റെസിസ്റ്ററിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മളെ ഇൻപുട്ട് വോൾട്ടേജ് ആയിരിക്കും. ഇൻപുട്ട് വോൾട്ടേജ് 220√2 ആണ്. എന്നാൽ വോൾട്ട് മീറ്ററും അമ്മീറ്ററും മെഷർ ചെയ്യണത് RMS വാല്യൂ ആണ്. ഏത് വോൾട്ടേജ് ആണ്? RMS വോൾട്ടേജ്. അപ്പോൾ RMS വോൾട്ടേജ് എന്ന് പറയുമ്പോൾ AC വോൾട്ടേജ് എത്രയാണ്? 220√2 ഡിവൈഡ് ബൈ √2 ചെയ്യണം. മനസ്സിലായി? RMS എന്ന് പറയുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? AC വോൾട്ടേജ് ഡിവൈഡ് ബൈ √2. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 220 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഇനി കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. കറണ്ടിൻ്റെ ഫോർമുല I ഈസ് ഈക്വൽ ടു VRMS ബൈ R ആണ്. ഓക്കെ. ഇപ്പോൾ VRMS എത്രയാണ്? 220. റെസിസ്റ്ററിൻ്റെ വാല്യൂ 100 ആണ്. അപ്പോൾ 220/100 എത്രയാണ്? 2.2. ക്ലിയർ ആണോ? ഇനി ഇത് ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവോ കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ രണ്ട് റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ട്. ഒന്ന് 6, ഒന്ന് R/2 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണ്. അപ്പോൾ 1/f ഇസ് ഈക്വൽ ടു ഫോർമുലയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. N21 - 1 × 1/R1 - 1/R2. ക്ലിയർ അല്ലേ? 1/R1 - 1/R2. അപ്പോൾ സിൻസ് ഇത് രണ്ടും ഈ ലൈറ്റിൻ്റെ ഡയറക്ഷന് ശ്രദ്ധിച്ചോളേ. നമ്മൾ ലൈറ്റ് ഇവിടെ നിന്നാണ് വരുന്നത് അല്ലേ? ലൈറ്റിൻ്റെ ഡയറക്ഷൻ ഈ രണ്ട് റേഡിയസും ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എഴുതുമ്പോൾ -1/R. ആക്ച്വലി ഈ ഫോർമുല 1/f ഇസ് ഈക്വൽ ടു N21 - 1 × 1/R1 - 1/R2 ആണ് നമ്മളെ ഫോർമുല. എന്നാൽ ഇപ്പോൾ ഈ R എന്നുള്ള ഫസ്റ്റ് റേഡിയസ് എന്നുള്ളത് നമ്മൾ ലൈറ്റിന് ഓപ്പോസിറ്റാണ്, മൈനസ് കൊടുക്കുക. അപ്പോൾ -1/R. അടുത്തത് -R/2 ആണ്. പക്ഷേ ആൾറെഡി മൈനസ് ഉള്ളതുകൊണ്ട് അത് പ്ലസ് ആയിട്ട് മാറും. ഓക്കെ. ഇത് സോൾവ് ചെയ്യുമ്പോൾ 1/R കിട്ടും. ഇനി ഇവർ ടോട്ടൽ ഫോക്കൽ ലെങ്ത് 2/R F 2R എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ R ക്യാൻസൽ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് N-1 ഇസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. അപ്പോൾ N ഇസ് ഈക്വൽ ടു 0.5 + 1. അപ്പോൾ 1.5 ആണ് ആൻസർ. ഇനി ലൈറ്റ് നോക്കിയേ, ഗ്ലാസ് ലാബിൽ പാസ് ചെയ്യുന്നുണ്ട്. A2Bയും C2Dയും കാണാൻ സെയിം പാരലാണ്. അപ്പോൾ അവിടെ അതിൻ്റെ മീനിങ് രണ്ടിൻ്റെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് സെയിം ആണ്, പക്ഷേ BC ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ B ആണ്. ഇനി ഒരു ഡീവിയേഷൻ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ ഇതാണ് ഇൻസിഡൻറ്റ് റേ. ഈ ഡയഗ്രത്തിൽ വരച്ചിരിക്കുന്നതാണ് ഇൻസിഡൻറ്റ് റേ. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണത് ആ ലൈറ്റ് അതേപോലെ താഴോട്ട് വരുന്നതാണ്. അല്ല, ലൈറ്റ് എന്ത് ചെയ്യും? അവിടെ എത്തുമ്പോൾ റിഫ്ലക്റ്റ് ചെയ്ത് പോകും. അപ്പോൾ റിഫ്ലക്റ്റഡ് ലൈറ്റും നമ്മൾ റെഫറൻസ് ലൈറ്റും തമ്മിലുള്ള മേക്ക് ആംഗിളാണ് ഡീവിയേഷൻ. അതിൻ്റെ വാല്യൂ 180 - 2i ആണ്. ഓക്കെ അല്ലേ? ഇനി രണ്ട് പ്ലെയിൻ മിറർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡീവിയേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇൻസിഡൻറ്റ് ലൈറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണത് പുറത്തോട്ട് പോകുന്ന അങ്ങനെ പോകത്തില്ല, അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഡീവിയേഷൻ, അതാണ് Δ1. ഇനി ഇവിടെ എത്തുമ്പോൾ ഞാൻ വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യും ലൈറ്റ് അതേപോലെ താഴോട്ട് വരുമെന്നും വരത്തില്ല, അവിടെ നിന്ന് വീണ്ടും അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഡീവിയേഷൻ Δ2. അപ്പം ഈ ടോട്ടൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ കേസിൽ Δ1 + Δ2 ആണ്. ഇതിൻ്റെ ഫോർമുല 180 അല്ല, അവിടെ 180 ആണെങ്കിൽ ഇവിടെ 360 - 2θ. ഈ ഫോർമുല ഓർത്ത് വയ്ക്കുക. എന്താണ് 360 - 2θ? തീറ്റ എന്നുള്ളത് ആംഗിൾ ബിറ്റ്വീൻ ടു മിററാണ്.
ഓക്കെ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു അറേഞ്ച് ടു പ്ലെയിൻ മിറർ സോ വാട്ട് എവർ മേ ബി ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ദ ഇൻസിഡൻറ്റ് റേ ആൻഡ് റിഫ്ലക്റ്റഡ് റേ ഫ്രം ദ ടു മിറേഴ്സ് വിൽ ബി പാരലൽ ടു ഈച്ച് അതർ. അപ്പോൾ ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും പാരലൽ ടു ഈച്ച് അതർ ആണെങ്കിൽ രണ്ട് പ്ലെയിൻ മിററും എങ്ങനെയായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കണം. രണ്ട് പ്ലെയിൻ മിററും പെർപെൻഡിക്കുലർ ആയിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാരലൽ ടു ഈച്ച് അതർ എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഇതൊരു ഓക്കെ ആണോ? ശരി. ഇനി ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് രണ്ട് പ്ലെയിൻ മിറർ ഉണ്ട്, അലൈൻ. അപ്പോൾ ഇൻസിഡൻറ്റ് റേ 30 ഡിഗ്രി വരണുണ്ട് ഇല്ലേ? അപ്പോൾ ഇൻസിഡൻറ്റ് റേ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതെന്ത് സംഭവിക്കും? അതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ, ദ പ്ലെയിൻ ഓഫ് ഇൻസിഡൻസ് കോയിൻസൈഡ്സ് വിത്ത് ദ പ്ലെയിൻ, ദ മാക്സിമം നമ്പർ ഓഫ് ടൈംസ് ദ റേ ഗോ അണ്ടർ റിഫ്ലക്ഷൻ. അപ്പോൾ ഞാനിതൊരു ട്രയാങ്കിൾ ആക്കി എടുക്കുകയാണ്. ആ ട്രയാങ്കിൾ എന്നുള്ളത് ഞാൻ പോയിൻറ്റ്സ് കൊടുത്ത് PR Q എന്ന് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെയും 30 ആണെങ്കിൽ ഇവിടെയും 30 ആയിരിക്കും. അത് നമുക്കറിയാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് റിഫ്ലക്ഷനും സെയിം ആണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ RP കണ്ടുപിടിച്ചാൽ മതി. അതിന് tan 30 കൊടുത്താൽ മതി. വാട്ട് ഇസ് tan 30? ഓപ്പോസിറ്റ് സൈഡ് ഇല്ലേ? അപ്പോൾ PR/PQ. PQ തന്നിട്ടുണ്ട്. PQ എന്നുള്ളത് 0.2 മീറ്റർ ആണ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് PR ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 0.2/√3. അപ്പോൾ PR എനിക്ക് കിട്ടും. എനിക്ക് വേണ്ടത് 2√3 എത്ര ഉണ്ടെന്നാണ്. അപ്പോൾ ഫോർ 2√3 ഇല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഫോർ ടോട്ടൽ ലെങ്ത് എത്ര റിഫ്ലക്ഷൻ ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫോർ 2√3 ഞാൻ എങ്ങനെയാണ് 2√3 ഈ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആൻസർ 2 × 3/0.2 എന്ന് കിട്ടും. ആൻസർ 30 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ എത്ര നമ്പർ ഓഫ് റിഫ്ലക്ഷൻസ് അവിടെ നടക്കും? 30 എണ്ണം നടക്കും. 30 വിൽ ബി പോസിബിൾ ബിക്കോസ് RPനെ പോലെ കുറേ RP കാണും. 30 പോസിബിൾ ചാൻസ്. ഓക്കെ അല്ലേ? ഇനി ഒബ്ജക്റ്റ് റെയർ മീഡിയം, ഡെൻസർ മീഡിയം. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഒബ്ജക്റ്റ് ഡെൻസർ എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റ് വെള്ളത്തിലും ഒബ്സോർവർ റെയർ മീഡിയത്തിലും. ഒബ്സോർവർ ഇൻ റെയർ മീഡിയം. അപ്പോൾ ഇതിൽ ഓർത്താൽ മതി. ഇപ്പോൾ ഒരു ബീക്കർ എടുക്കുക, അതിൽ വെള്ളമുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിലൊരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വയ്ക്കുക, ഒരു ഒബ്ജക്റ്റ് താഴെ ഉണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ ഞാനാണ് ഒബ്സർവർ. അപ്പോൾ ഒബ്സർവർ എവിടെയായിരിക്കും? മേളിലായിരിക്കും ഇല്ലേ? ഒബ്ജക്റ്റ് എവിടെയാണ്? ഡെൻസർ മീഡിയത്തിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ അപ്പാരൻറ്റ് ഡെപ്ത്, റിയൽ ഡെപ്ത് എന്താണെന്നാണ്. ക്ലിയർ അല്ലേ? ആക്ച്വലി ഈ ഒബ്ജക്റ്റ് മേളിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് വരും. അപ്പോൾ ഈ ഡിസ്റ്റൻസിനെയാണ്, ആ പ്രൊജക്റ്റ് ചെയ്ത് പറഞ്ഞ ആ ഡിസ്റ്റൻസ് മേളിലോട്ട് പറഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ അപ്പാരൻറ്റ് ഡെപ്ത് എന്ന് പറയുന്നത്. ആക്ച്വലി ഒബ്ജക്റ്റും ഈ പറഞ്ഞ വെള്ളവും ആക്ച്വൽ ഡിസ്റ്റൻസ്, അതാണ് ഹൈറ്റ്, അതാണ് റിയൽ ഡെപ്ത്. അപ്പോൾ അപ്പാരൻറ്റ് ഡെപ്ത് എപ്പോഴും എന്തായിരിക്കും? റിയൽ ഡെപ്തിനെക്കാട്ടിലും കുറവായിരിക്കും ഇല്ലേ? അപ്പാരൻറ്റ് ഡെപ്ത് എന്തായിരിക്കും? അപ്പോൾ ഈ പ്രൊജക്റ്റ് ചെയ്ത് വന്നിട്ടുള്ള പോയിന്റിൽ നിന്ന് ഇതാണ് H', ടോട്ടൽ ഹൈറ്റ് ആണ് H. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഫോർമുല എടുക്കാം. അപ്പാരൻറ്റ് ഡെപ്ത് ഈസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് ബൈ N ആണ്. എന്നാൽ ഇത് തിരിച്ചാണെങ്കിലോ, നമ്മൾ വെള്ളത്തിലും ഒബ്സർവർ വെള്ളത്തിലും ഒബ്ജക്റ്റ് റെയറിലാണെങ്കിൽ തിരിച്ചെഴുതും. അപ്പാരൻറ്റ് ഡെപ്ത് കൂടുതലായിരിക്കും. മനസ്സിലായി? ഇത് അപ്പാരൻറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഡെപ്ത് ബൈ N ആണ്. അപ്പോൾ വാല്യൂ കുറവായിരിക്കും. ഒബ്ജക്റ്റ് വന്നിട്ട് റെയർ മീഡിയത്തിലും ഒബ്സർവർ ഡെൻസർ മീഡിയത്തിലാണെങ്കിൽ നേരെ തിരിച്ചെഴുതുക. ആ ഫോർമുല ഇവിടെ ഉണ്ട്. ക്ലിയർ ആണോ? ഇനി നമ്മൾ കളേഴ്സ് എടുക്കുമ്പോൾ വയലറ്റിന് വേവ് ലെങ്ത് കുറവും റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്. എന്നാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വയലറ്റിന് കൂടുതൽ റെഡിന് കുറവാണ്. ഓക്കെ അല്ലേ?